മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിലെ ഉദ്ഘാടനം അടുത്ത മാസം 1-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നു. എല്ലാ വീടുകളിലേക്കും റോഡ് എത്തിക്കാനുള്ള പണി പൂർത്തിയാക്കാനുണ്ട്. എല്ലാവർക്കും ചടങ്ങിൽ പങ്കെടുക്കാൻ ഞായറാഴ്ചയാണ് എന്തുകൊണ്ടും സൗകര്യപ്രദമെന്നാണ് മന്ത്രി പറയുന്നത്. ഇത് ഈ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് നീട്ടി വെക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ചില സാങ്കേതിക കാരണങ്ങളാണ്. ഒന്നവിടുത്തെ റോഡ് കുറച്ചുകൂടി എല്ലാ വീട്ടിലേക്കും വരാവുന്ന ആക്സസിലേക്ക് ഒന്ന് തിരിയണം. പിന്നെ ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം എടുക്കണം എന്നൊരു ആശയം അവിടെ നിന്ന് തന്നെ പലതവണ ഇങ്ങനെ വന്നിരുന്നു. പിന്നെ മുഖ്യമന്ത്രിയായിട്ട് കൂടിയാലോചിച്ച് ബുധനാഴ്ച ദിവസം ആകുമ്പോൾ പലർക്കും വരാനും പോകാനും ഒക്കെയുള്ള പ്രതിസന്ധിയും പ്രയാസമൊക്കെ ഉണ്ട്. മാത്രമല്ല നമ്മളെ സഹായിച്ചവരോടൊക്കെ വരാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കൺവീനിയൻറ്റ് ഒരു ടൈം എന്നുള്ള നിലയിൽ ഞായറാഴ്ചയിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഈ ആഴ്ച തന്നെ ചെയ്യുള്ളൂ. മന്ത്രി രാജനുമായി അനുജ രാജേഷ് സംസാരിക്കുകയായിരുന്നു. എൽസൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ നിന്ന് കാളിദാസൻ ദേവദത്തൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. കാളിദാസൻ, ഗുഡ് മോർണിംഗ്. അവിടെ എന്താണ് അവസ്ഥ? ശരിക്കും ഈ റോഡ് പൂർത്തിയാക്കാൻ വേണ്ടി മാത്രമാണോ ഈ മാർച്ച് 1 ഈ തീയതി മാറ്റിവെച്ചത്? കൂടുതൽ വിവരങ്ങൾ എന്താണ് നേരിട്ട് നമുക്കറിയാൻ കഴിയുന്നത്? വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്, നമ്മുടെ സർക്കാർ ടൗൺഷിപ്പിലാണ്. അവിടെ ഈ പണികളൊക്കെ തന്നെ പുരോഗമിക്കും. രാത്രി പകൽ ഭേദമന്യേ തന്നെ വീടുകളുടെയും ഒപ്പം തന്നെ റോഡുകളുടെയും ഒക്കെ തന്നെ പ്രവൃത്തികളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തൊട്ടുപുറകിൽ കാണാം, നേരത്തെ നമ്മുടെ മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ തന്നെ റോഡിൻ്റെ പണികളൊക്കെ തന്നെ പൂർത്തിയാകാനുണ്ട്. അതായത് 4 സോണായിട്ടാണ് ഈ ഒരു എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഈ ഒരു ടൗൺഷിപ്പ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 സോണുകളിലേക്കും എത്താൻ വേണ്ടിയിട്ടുള്ള റോഡിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ഈ റോഡ് കൃത്യമായി പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നു ദൃശ്യങ്ങളിൽ നിന്ന്. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ലോറി പോകുന്ന ആ ഭാഗം, ആ ഒരു പാത പിന്തുടർന്നു പോയാൽ അടുത്ത സോണുകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 1-ാം സോണിലാണ്, ഫേസ് 1-ലാണ്. ഫേസ് 1-ൽ അവിടെ നിന്നും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2-ാം സോണിലേക്കും, 2-ാം സോണിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. 3-ാം സോണും 4-ാം സോണും ഒക്കെ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഒരു റാ ആകൃതിയിൽ അങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ 2-ാം സോണിലേക്കുള്ള പണികളൊക്കെ കൂടുതൽ പൂർത്തിയാകാനുണ്ട്. ഒപ്പം തന്നെ വീടുകളുടെയൊക്കെ തന്നെ പണികൾ പൂർത്തിയാകാനുണ്ട്. അതായത് 178 വീടുകളാണ് ഈ ആദ്യഘട്ടത്തിൽ കൈമാറാനുള്ളത്. 178 ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ താക്കോൽ നാളെ കൈമാറാനിരുന്നത്. ആ ചടങ്ങ് അത് 1-ാം തീയതിയിലേക്ക് മാറ്റി എന്നുള്ളതും കൂടി നമുക്കത് വ്യക്തമായിരുന്നു. അത് സാങ്കേതിക കാരണങ്ങൾ എന്നുള്ള നിലക്ക് തന്നെയാണ് പറഞ്ഞത്. അത് ഈ റോഡിൻ്റെ പണിയടക്കം പൂർത്തിയാകുന്നുണ്ട്. ഒപ്പം നമ്മൾ വീടുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 178 വീടുകളിൽ, അതായത് ആദ്യഘട്ടത്തിൽ കൈമാറാനുള്ള 178 വീടുകളിൽ 100ഓളം വീടുകളുടെ മാത്രമേ പണി പൂർണ്ണമായും കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. അതായത് അതിൻ്റെ ഡ്രെയിനേജ് സംവിധാനം, ഓരോ വീടുകൾക്കും വേണ്ട ഡ്രെയിനേജ് സംവിധാനം, അതൊക്കെ അതിൻ്റെ പണികളൊക്കെ തന്നെ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ കറണ്ടിനെ സംബന്ധിച്ച്, വീടുകളിലേക്കുള്ള കറണ്ടിനെ സംബന്ധിച്ചും കുടിവെള്ളത്തെ സംബന്ധിച്ചും ഒക്കെ തന്നെ അതിൻ്റെ കണക്ഷനൊക്കെ തന്നെ കൃത്യമായി വരാനുണ്ട്. അല്ലെങ്കിൽ താക്കോൽ ലഭിച്ചു കഴിഞ്ഞാലും ഒരു 3 മാസത്തിന് ശേഷമേ ഒരു വാസയോഗ്യമായ നിലയിലേക്ക് ആ വീടുകൾ മാറൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് മുകളിലേക്ക് ആ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം, സോളാർ പതിച്ചിട്ടുണ്ട്. അതായത് വീടുകൾ പൂർത്തിയായ വീടുകളുടെ, അതായത് പുറമേ നിന്ന് പൂർത്തിയായ വീടുകളുടെയൊക്കെ തന്നെ മുകളിൽ സോളാർ പതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴെ ഈ സോളാറിന് പുറമേ ഭൂഗർഭ ലൈനുകളുമൊക്കെ തന്നെയാണ് ഈ കറണ്ടിനായിട്ടൊക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ ലൈനുകളൊക്കെ തന്നെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണികളൊക്കെ തന്നെ പൂർത്തിയാകാനുണ്ട്. അതോടൊപ്പം ഡ്രെയിനേജ് സംവിധാനം, ഇതിൽ എല്ലാ സോണുകളുടെയും കൂടെ കൂട്ടി ഒരു വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റം, അത് ഓരോ വീടുകളിൽ നിന്ന് ഒരു ചെറിയ ഡ്രെയിനേജിലേക്ക് അത് കണക്ട് ചെയ്ത് പിന്നീട് 3 or 4 കുഴികളായി ആ ഡ്രെയിനേജിലേക്ക് ഒരു വലിയ ഡ്രെയിനേജ് സംവിധാനം തന്നെയാണ് ഒരുക്കുന്നത്. എന്നാൽ ചില വീടുകളുടെയൊക്കെ തന്നെ മുമ്പിലേക്ക് നോക്കിയാൽ നമുക്ക് ആ ഡ്രെയിനേജ് സംവിധാനത്തിൻ്റെ ആ ഒരു പൈപ്പുകളൊന്നും കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഭൂഗർഭ ലൈനിന് വേണ്ടിയിട്ടുള്ള ഈ ലൈനുകൾ വലിച്ചിട്ടുണ്ട്. പക്ഷേ അതിലേക്കുള്ള കണക്ഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ, അതിന് കണക്ഷൻ കൊടുക്കേണ്ട നടപടികളൊക്കെ തന്നെ പുരോഗമിക്കേണ്ടതുണ്ട് എന്നുള്ളതും കൂടിയാണ്. പ്രവൃത്തികൾ എന്തായാലും നിലവിൽ നടന്നു പോകുന്നു. സാഹചര്യം അനുസരിച്ച് സർക്കാർ അറിയിച്ചത് പ്രകാരം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും അറിയിച്ചത് ഈ ഞായറാഴ്ച എന്നുള്ള നിലയ്ക്കാണ്. ഞായറാഴ്ച, അതായത് ഒരു അവധി ദിവസമാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഈ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം കാണാമെന്നുള്ള നിലയ്ക്ക് തന്നെ അവരെ അറിയിച്ചിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം 28-ന് വരുമെന്നുള്ളൊരു അനുമാനത്തിലായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 25-ന് ഈ ഉദ്ഘാടന ചടങ്ങ് വെച്ചിരുന്നത്. അത് പിന്നീട് വൈകുമെന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഒരു തൊട്ടടുത്ത അവധി ദിവസം, അതായത് 3 ദിവസം മാത്രമേ അത് നീട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. വയനാട് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് കാളിദാസൻ ദേവദത്തമാണ് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.